പക്ഷേ അങ്ങനെ ഇരിക്കുന്ന വർഷങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ സ്നേഹം നിറഞ്ഞ എൻ്റെ യേശു, എനിക്ക് യേശുവിനോട് ഒത്തിരി സ്നേഹമുണ്ട്, പരിശുദ്ധമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രവൃത്തികൾ വിപരീതമായിട്ടായിരുന്നു മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നു 8-10 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാനങ്ങനെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവനോട് പറഞ്ഞു ചൂടായിരിക്കും, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഞാൻ അനുസരിച്ച് വെള്ളം കുടിച്ചിട്ടും ഇതിനൊരു കുറവ് വന്നില്ല. അപ്പോൾ എൻ്റെ വൈഫ് എൻഡോസ്കോപ്പിയുടെ ഹെഡായതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ MRI സ്കാനിങ്ങും കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, എന്തായാലും MRI സ്കാൻ കഴിഞ്ഞല്ലോ, എന്തായാലും നമുക്കൊരു ബയോപ്സി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി ചെയ്തപ്പോഴാണ് അറിയപ്പെടുന്നത് എനിക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ സാധാരണ ആ ക്യാൻസർ എന്ന രോഗം എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എൻ്റെ മനസ്സ് തളർന്നുപോയി, മാനസികമായി ഞാൻ തകർന്നുപോയി. കാരണം ഞാൻ സമ്പാദിച്ച പണമോ ഞാൻ വെട്ടിക്കൂട്ടിയ മറ്റ് പ്രസ്ഥാനങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നെനിക്ക് തീരുമാനമായി. അപ്പോൾ ഒത്തിരി വിഷമമായി. അപ്പോൾ എൻ്റെ ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഹൃദയം വെടുപ്പാകാതെ എനിക്ക് ആ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് ആൾക്കാരോട് ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങളിൽപ്പെട്ട ചിലരോട് അധികം ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വൈഫിൻ്റെ അനിയത്തി ഗ്ലാസ്റ്ററിലുണ്ട്. അപ്പം അവൾ കൃപാസനത്തിൽ വരികയും ഇവിടുന്ന് പ്രാർത്ഥനയും ഇവിടുത്തെ തിരിയുമായിട്ട് UK വരാറുണ്ട്. അപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അവൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ തിരി രാവിലെ കത്തിച്ച് പ്രാർത്ഥിക്കുക,